അപ്പോൾ ഗൈസ് നമ്മളുടെ ബ്രിക്ക് ഉപയോഗിച്ചിട്ടുള്ള ബിൽഡിംഗ് മേക്കിംഗ് ഇത് തീർന്നിരിക്കുന്നു. നല്ല ക്യൂട്ടല്ലേ ഇത്. പിന്നെ ഇങ്ങനെ വാങ്ങിയിട്ട് ഇത് ഉണ്ടാക്കാൻ ആഗ്രഹം ഒക്കെ ഉള്ള ആൾക്കാർക്ക് വേണ്ടി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു അടിപൊളി സാധനം കൊണ്ടാണ്. കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്യുന്ന പോലത്തെ ഒരു ക്യൂട്ടായിട്ടുള്ള മിനി ഒരു ഇങ്ങനെ വീടൊക്കെ ഉണ്ടാക്കുന്ന സാധനമാണ്. പിന്നെ ഇതിനകത്ത് ഫോളോ ചെയ്യാനുള്ള ഒരു റൂൾസൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഞാൻ ഇത് അൺബോക്സ് ചെയ്തപ്പോൾ ഇതിനകത്തൊരു ഫെവിക്കോളും പിന്നെ ഇങ്ങനെ വാതിലും ജനലൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമുക്ക് വീട് ഉണ്ടാക്കാനുള്ള ഇഷ്ടം എന്തൊരു ചെറുതാന്ന് നോക്ക്, നല്ല ക്യൂട്ടായിട്ടുള്ളത്. പിന്നെ ഇത് നമ്മളില്ലേ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കുഞ്ഞു കഷ്ണങ്ങളൊക്കെ വേണം. അപ്പം ഇവരതും തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യുമ്പോഴല്ലേ ഇതേപോലെയാണ് ചെയ്യേണ്ടത്. ഇതേപോലെ ചെയ്താൽ അത് പെട്ടെന്ന് പൊളിഞ്ഞു പോവും. അപ്പോൾ ഇങ്ങനെ സൈഡിൽ കുഞ്ഞി ഇതൊക്കെ വേണ്ടി വരും. അതിന് ഇവർ ഈ സ്ക്വയറും തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഇതിട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളുടെ കൈയൊക്കെ കേട് വരും. കാരണം ഇങ്ങനെ എഴുതണം, അല്ലെങ്കിൽ നമ്മളുടെ കൈയൊക്കെ കേട് വരും. പിന്നെ ഇതൊന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടി അവരിങ്ങനെ ആക്കുന്ന ഒരു സാധനവും തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ മാനുവൽ തന്നിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾക്ക് ചെയ്യേണ്ട എല്ലാ സാധനവും ഉണ്ട്, കണ്ടോ. പിന്നെ ഒരു ബോർഡും തന്നിട്ടുണ്ട് നമുക്ക്. അതിനകത്താണ് ഈ ഇഷ്ടികൊക്കെ വെക്കേണ്ടത്. അതിന് വേണ്ടിയാണ് ഈ രണ്ട് സാധനം. താഴെ വെക്കേണ്ടതാണ്, പിന്നെ ഇതിങ്ങനെ മുകളിൽ വെക്കേണ്ടതാണ്. നമുക്ക് ഇതൊന്ന് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഈ പശ എടുക്കണം. ഈ പശ ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ കുറച്ചാക്കിയാൽ മതി, ഓവറായ ഇതിങ്ങനെ ഇളകി കളിക്കും. ഫസ്റ്റ് നമുക്ക് ഇത്ര വെക്കണം. എന്നിട്ട് ഈ കട്ട് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഉറപ്പിച്ച് വെക്കണം. ഇങ്ങനെ നമുക്ക് എല്ലാ സ്ഥലത്തും ചെയ്യണം. അടുത്ത കുഞ്ഞി കട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ടയിൽ നന്നാക്കാം. ഓക്കെ, നമുക്ക് ഈ കുഞ്ഞി കട്ട ഇവിടെ വെക്കണം. ഇനി നമുക്ക് വലിയ കട്ടയാണ് ഗൈസ് എടുക്കേണ്ടത്. ഫസ്റ്റ് കുറച്ചൊന്ന് ആക്കുക, എന്നിട്ട് അതന്നെ എല്ലായിടത്തോട്ടും സ്പ്രെഡ് ചെയ്യണം. ഇങ്ങനെ സ്പ്രെഡ് ചെയ്യണം. എന്നിട്ട് ഇവിടെ വെച്ച് കൊടുക്കണം. ഇവരെന്തിനാ ഈ കുഞ്ഞു കട്ട തന്നെയെന്ന് വെച്ചാൽ ഈ സ്ഥലം കണ്ടോ, ഈ സ്ഥലത്തിൽ വെക്കാൻ വേണ്ടിയാണ് ഈ കുഞ്ഞു കട്ട. പിന്നെ ഇവിടെ വലിയ കട്ടയും ഇവിടെ കുഞ്ഞു കട്ടയാണ് നമ്മൾ വെക്കേണ്ടത്. അപ്പം നമുക്ക് ഈ കുഞ്ഞു കട്ട എടുത്തിട്ട് ഇവിടെ വെക്കാം. അപ്പം ഗൈസ് നമ്മൾ ഒരു ലെയർ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഡോർ എന്ന് എഴുതി കാണിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഡോർ തന്നെ വെക്കണ്ടേ, നമ്മൾ ഡോർ താഴെ തന്നെ വെക്കണ്ടേ ഇതേപോലെ. അപ്പം നമുക്ക് ഡോറിൽ ഒന്ന് പശ തേച്ചിട്ടൊന്ന് വെക്കാം. ഈ സ്ഥലം കണ്ടോ, ഈ സ്ഥലം പുറത്തോട്ടാക്കി ഇങ്ങനെ വെക്കണം. ഇങ്ങനെ പുറത്തോട്ടാക്കി വെക്കണം. അപ്പോഴേ ഡോർ ഇങ്ങനെ ഇതാവുള്ളൂ. കണ്ടോ, ഇങ്ങനെ വെക്കണം. അപ്പോൾ ഡോറ് ഒന്നും ഇതാവാതിരിക്കും. അപ്പോൾ ഗൈസ് നമ്മളുടെ ഡോറ് വെച്ചു. നമ്മൾ ഫസ്റ്റ് ഇവിടെ വലുത് കട്ടയല്ലേ വെച്ച്. ഇനി നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ കുഞ്ഞു കട്ടയാണ് വെക്കേണ്ടത്. പിന്നെ ഇവിടെ ഇങ്ങനെ വലിയ കട്ടയും. അപ്പോഴേ അവർ പറഞ്ഞ പോലെ കൺസ്ട്രക്ഷനൊക്കെ ആക്കാൻ പറ്റും. അപ്പോൾ ഗൈസ് ഇവിടെയാണ് ഇനി നമ്മൾ വിൻഡോ വെക്കേണ്ടത്. അപ്പം നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് പശയാക്കണം. വിൻഡോൻ്റെ സൈഡിലും ഇവിടെ ഒക്കെ ആക്കണം. അപ്പോൾ ഗൈസ് നമ്മളുടെ മതിലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. നമുക്ക് ഈ സാധനം കൂടെ വെച്ചാൽ മതി. ഇത് സ്ലാബാണ്, എന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുന്ന സാധനമാണ്. അപ്പോൾ നമുക്കിത് വെച്ചാലോ. അപ്പോൾ ഗൈസ് നമ്മളുടെ ഏറ്റവും ആദ്യത്തെ നില റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളുടെ സ്ലാബ്. ഇതിൻ്റെ മുകളിൽ നമുക്ക് പാരപ്പച്ച പണിയാണ്ട്.
അപ്പം നമുക്ക് ചെയ്താലോ? അപ്പം ഗൈസ്, ഇതിന് നമുക്കൊരു മുറ്റവും കൂടെ പണിയണമെങ്കിൽ ഇവിടെ കുറച്ച് ഗ്യാപ്പ് കൊടുക്കുക. പിന്നെ ഇവിടെ ഫുള്ള് ഇഷ്ടിക വെച്ച് ഇങ്ങനെ ആക്കുക. ഇവിടെ വരെ ഇങ്ങനെ ഫുള്ളാക്കുക. അതാകുമ്പോൾ ഇവിടെ നമ്മുടെ മുറ്റത്ത് നിന്ന് ഇങ്ങനെ കയറി വരണ പോലെ ആവില്ല. അതേപോലെയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഗൈസ്, നമ്മളുടെ ബ്രിക്ക് ഉപയോഗിച്ചിട്ടുള്ള ബിൽഡിംഗ് മേക്കിംഗ് ഇതാ തീർന്നിരിക്കുന്നു. നല്ല ക്യൂട്ടല്ലേ ഇത്? പിന്നെ ഇങ്ങനെ വാങ്ങിയിട്ട് ഇത് ഉണ്ടാക്കാൻ ആഗ്രഹം ഒക്കെ ഉള്ള ആൾക്കാർക്ക് വേണ്ടി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.